ഇപ്പോൾ നാഴിക കണക്കിലാണ് ആളുകളുടെ സംസാരം. കെ മുരളീധരൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇട്ടിരിക്കുന്ന പാട്ടിലെ വരികൾ ആണ് കാരണം. പകൽ വാഴും പെരുമാളിന് രാജ്യഭാരം ഇനി 15 നാഴിക മാത്രം, ഞാൻ എന്ന ഭാവങ്ങളെ. ഇതാണ് പോസ്റ്റ് വായിച്ച ഉടനെ മാധ്യമങ്ങൾക്കും പൊതുജനങ്ങൾക്കും ആരെയാണ് മുരളീധരൻ ട്രോളിയത് എന്ന് വ്യക്തമായി. വി ഡി സതീശനെയാണ് കെ മുരളീധരൻ പരിഹസിച്ചത് എന്ന് മനസ്സിലാക്കിയ മാധ്യമങ്ങൾ ഇന്ന് സതീശനോട് ചോദിച്ചപ്പോൾ അതിനുള്ള മറുപടി KPCC പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. ഗാന്ധിവധം ന്യായീകരിക്കുകയും രാഹുൽ ഗാന്ധിയെ കുതിരവട്ടത്ത് ചികിത്സിക്കണം എന്നും പറഞ്ഞ സന്ദീപ് വാര്യരെ കോൺഗ്രസിൽ എടുത്തത് സതീശൻ്റെ തന്നിഷ്ടമാണെന്ന് പറയാതെ പറയുകയാണ് കെ മുരളീധരൻ. RSSനെ തള്ളാതെ BJPയുടെ ഹിന്ദുത്വത്തെ ഇപ്പോഴും മനസ്സിൽ താലോലിക്കുന്ന സന്ദീപിനെ നേരം വെളുക്കും മുൻപ് പാണക്കാട് അയച്ചാൽ വർഗീയത വിളമ്പിയ നാവ് ശുദ്ധമാകുമോ എന്നാണ് മുഖ്യമന്ത്രി ഇന്ന് ചോദിച്ചത്. മുസ്ലിങ്ങളെയും കാശ്മീരികളെയും മഹാത്മാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും വിദ്വേഷ പ്രസംഗങ്ങളിലൂടെ അധിക്ഷേപിച്ച സന്ദീപ് വാര്യരെ എങ്ങനെ മാധ്യമങ്ങൾ മഹത്വവൽക്കരിക്കുന്നു എന്നും മുഖ്യമന്ത്രി ചോദിച്ചു. പാലക്കാട് പരസ്യപ്രചാരണം അവസാനിക്കാൻ ഇനി കേവലം നാഴികകൾ മാത്രമാണ് ബാക്കിയുള്ളത്. കോൺഗ്രസിലെ കൊഴിഞ്ഞുപോക്ക് സന്ദീപിൻ്റെ വരവ് കൊണ്ട് നികത്താനാകുമോ? രാഹുൽ മാങ്കൂട്ടത്തിനും ഷാഫി പറമ്പലിനും എതിരെ സരിനും ഷാനിബും ഉയർത്തിയ ആരോപണങ്ങൾക്ക് മറുപടിയാകുന്നുണ്ടോ? കോൺഗ്രസ് BJP ഡീൽ ചൂണ്ടിക്കാട്ടിയ ശശിയും സരിതയും OK കൃഷ്ണകുമാരിയും പറഞ്ഞതിന് കോൺഗ്രസ് ഇതുവരെ മറുപടി പറഞ്ഞിട്ടുണ്ടോ? വർഗീയ വോട്ടുകൾ വേണ്ട എന്ന് പറയാൻ സതീശൻ ധൈര്യപ്പെട്ടോ? ഷാഫിക്ക് കിട്ടിയ കോടികളെക്കുറിച്ച് സുരേന്ദ്രൻ പറഞ്ഞതിന് മറുപടിയായോ? ക്ലൈമാക്സിലേക്ക് നീങ്ങുമ്പോൾ പാലക്കാടിൻ്റെ ചർച്ചകൾ എന്താണ്? ഇനി എത്ര നാഴിക ബാക്കിയുണ്ട് വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനത്തിരിക്കാൻ?